പ്രിയപ്പെട്ടവരെ, അതിജീവനം അമ്മയോടൊപ്പം സെർമൺ ഓൺ സർവൈവൽ എന്ന ശുശ്രൂഷയുടെ 25ാമത് സെക്ഷനാണ് സായാഹ്ന ധ്യാനം. നമ്മൾ ഈ പങ്ക്തിയിൽ എങ്ങനെയാണ് ഓരോരോ ജീവിതകാലത്ത് പ്രത്യേകമായ പ്രതിസന്ധി ഉണ്ടാകുന്നത്, അതിനെങ്ങനെയാണ് മരിയൻ ഡിപ്പെൻഡൻസ് ഒരാധ്യാത്മിക നിലപാടായി പരിപോഷിപ്പിച്ച് പ്രയോഗിക്കുന്നത്, അതാണ് അന്വേഷണ വിഷയം, ധ്യാനത്തിൻ്റെ അന്വേഷണ വിഷയം. എപ്പോഴും ആധ്യാത്മികത എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു നിലപാടാണത്. ഇപ്പം നമുക്ക് മലയാളത്തിൽ പരീക്ഷയൊക്കെ എഴുതുമ്പോഴും ഇംഗ്ലീഷ് എഴുതുമ്പോഴും ഒരു മെയിൻ ടെസ്റ്റ് ഉണ്ടാവും. ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. പിന്നെ നോൺ ഡീറ്റെയിൽ എന്നും പറഞ്ഞ് ഒരു ലൈറ്റ് റീഡിങ് ബുക്കുണ്ടാവും. ഒരു ടെസ്റ്റ് ഉണ്ടാവും മലയാളത്തിനും, അതുപോലെ തന്നെ ഇംഗ്ലീഷിനും ഒരു പ്രഖ്യാപിതമായ ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം അതിൻ്റെ സെക്കൻഡ് പേപ്പർ ഉണ്ടാവും, നോൺ ഡീറ്റെയിൽ എന്നും പറഞ്ഞ്. അതുപോലെ കഥകൾ ഒക്കെ ആയിരിക്കും, സാഹിത്യരൂപങ്ങൾ, കവിതയിലെ കഥ മിക്കവാറുണ്ട്. ലൈറ്റ് റീഡിംഗ് ആണ്, നമുക്ക് ആയാസമില്ല. ഏതാണ്ട് ഇതുപോലെ ഒരു നിലപാട് നമ്മുടെ ആധ്യാത്മിക വിഷയത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ക്രിസ്തു ടെക്സ്റ്റ് ബുക്കും മരിയൻ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് റീഡിങ്ങിന് വേണ്ടിയുള്ള ഒരു നോൺ ഡീറ്റെയിൽ സെക്കൻഡ് പേപ്പർ എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ആശയപരമായിട്ട് ശരിയാണ്. ക്രിസ്തു ഏക രക്ഷകനെന്ന് പറയുമ്പോൾ അമ്മയെ നമ്മൾ അവിടെ ഒരിടത്തും കൊണ്ടുവരണതും ശരിയല്ല. പക്ഷേ നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക മേഖല വരുമ്പോൾ തിയറട്ടിക്കലി ഓക്കെ, പക്ഷേ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ക്രിസ്തു ഇതിനു വേണ്ടിയുള്ള ആളല്ല. എപ്പോഴും നാം മനസ്സിലാക്കണം. ഈ കാലങ്ങളിൽ ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന വിഷയം എന്താണ്? നിത്യതയാണ്. എന്നാൽ നിത്യതയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സഭയെ പ്രബുദ്ധമാക്കേണ്ട സാഹചര്യത്തിലാണ്. കാര്യം കുർബാന കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തെയാണ് ഭീകരന്മാർ പള്ളിക്കയറി വെട്ടിക്കൊല്ലണത്. അതിങ്ങനെ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയായും കേൾക്കുന്ന ഒരു കേൾവിയായും, അത് ഏതെങ്കിലും രാജ്യത്ത് ഒറ്റപ്പെട്ട സംഭവമല്ല, ലോകവ്യാപകമായി അങ്ങനെ ഒരു പ്രവണത വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ തന്നെ ഒരു ദിവസം തന്നെ 3 സ്ഥലത്ത് കുരിശുകളെ അപമാനിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇത് എന്ന് പറയണത് വ്യാപകമായ രീതിയിൽ അക്രമത്തെ അക്രമമെന്ന് വിളിക്കാൻ പോലും, അല്ലെങ്കിൽ അത് ചെയ്ത ആളിൻ്റെ പേര് പറയാൻ പോലും പത്രങ്ങൾക്ക് വരെ പേടിയാണ്. മനോരമയിലും മാതൃഭൂമിയിലും ഈ നൊട്ടണം കത്തീഡ്രലിൽ കയറി വെട്ടിക്കൊന്ന വ്യക്തിയുടെ പേരോ അയാൾ ഉച്ചരിച്ച കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ വല്ലവന്മാരും വല്ല വെയിലും പൊളിക്കുകയാണെങ്കിൽ അവരുടെ മൊത്തം ഡീറ്റെയിൽസ് പറയും. ഇത്രയും നാസ്റ്റി ആയിട്ടുള്ള നിരുത്തരവാദപരമായിട്ടുള്ള
ഒന്നെങ്കിൽ പരസ്യക്കാരുടെ കാശ് കിട്ടാൻ വേണ്ടി പത്രധർമ്മം മറക്കുന്ന, അങ്ങനെ വളരെ പൈങ്കിളി പത്രധർമ്മമായിട്ട് മലയാളം വരെ അധപ്പതിക്കുന്ന ഒരു കാലം. പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. വെട്ടിക്കൊന്ന ആൾ എന്താ പറഞ്ഞത്? അല്ലാഹു അക്ബർ എന്നാണ് പറഞ്ഞത്. മനോരമയ്ക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം. മാതൃഭൂമിക്കും അവരുടെ പേര് എന്താ പറഞ്ഞതെന്ന് അറിയാൻ പാടില്ലേ പറഞ്ഞു തരാം. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. വെട്ടുകൊണ്ടവരും മരിച്ചവരും മരിച്ചവർക്ക് വേണ്ടി വിശ്വാസികൾ പ്രത്യേകിച്ച് ഞങ്ങൾ വെട്ടുകൊള്ളുമ്പോഴും നമ്മൾ സഹോദരന്മാരെന്ന്. ഇവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഒരു ഭീഷണമായ കാലഘട്ടങ്ങളിൽ പോലും ജീവൻ പണയം വെച്ചുകൊണ്ട് വിശ്വാസികൾ അവിടെ വിശ്വാസം ഏറ്റുപറയുന്ന സമയത്ത് പോലും കഴുത്തറപ്പിൻ്റെ വലിയ ഒരു കാലം. അപ്പോഴും ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് കഴുത്തറക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ആ ദൈവം എന്തുമാത്രം പാടുപെട്ടാണ് മനുഷ്യരുടെ ഹൃദയത്തിൽ നിലനിൽക്കാൻ വേണ്ടി അതിൻ്റെ അണികൾ വെട്ടിയും കുത്തിയും കൊന്നും സഹായിച്ചു കൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കാം. ഇത്രയും ഭീഷണമായ സാഹചര്യങ്ങളിൽ ഇപ്പോൾ റഷ്യയെന്ന് വന്ന ഒരു അഭയാർത്ഥിയാണ് പാരീസിൽ നോട്ടർഡം കത്തീഡ്രലിൽ വിശ്വാസിയെ വെട്ടിക്കൊന്നിരിക്കുന്നത്. ഫ്രാൻസിൻ്റെ 22-ാം സെക്ടറിൽ ഇത്തരം അഭയാർത്ഥികളുടെ ഒരു വലിയ പട്ടണം തന്നെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. അതെന്തും ആയിക്കോട്ടെ, ഈ അഭയാർത്ഥികളെ ഇവിടെ കൊണ്ടുവരുന്നതിലും അവരെ യൂറോപ്പ് പരിപോഷിപ്പിക്കുന്നതിലും ഫ്രാൻസിസ് മാർപ്പാപ്പ കയറിയതിന് ശേഷം എടുത്തിട്ടുള്ള ക്രിസ്തീയ പരസ്നേഹപരമായ തീരുമാനങ്ങൾ മാത്രമല്ല, നിലപാടുകൾ മാത്രമല്ല, സമ്മർദ്ദങ്ങൾ മാത്രമല്ല, അതിൻ്റെ പേരിൽ ഇറ്റലി 2 അച്ഛന്മാർ ഈ അഭയാർത്ഥികൾ തന്നെ ആത്മാർത്ഥമായി വെട്ടിക്കൊന്നു. അപ്പോൾ യൂറോപ്പിലാകമാനം ഇങ്ങനെ വെട്ടിക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആൾക്കാരെ കൊന്ന് മാത്രമേ പ്രവാചകൻ്റെ ഫെയിം അല്ലെങ്കിൽ നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ പറ്റത്തുള്ളെങ്കിൽ ഇതിൻ്റെ മേൽഘടകങ്ങളിലുള്ള ബുദ്ധിജീവികൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ എന്തോ ഒരു പ്രതിസന്ധിയിലാണെന്ന്. കാരണം വരാൻ പോകുന്നൊരു കാലമെന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെയും ഫെഡറലിസത്തിൻ്റെയും അതുപോലെ തന്നെ മാനവികതയുടെ പുതിയ കാഴ്ചപ്പാടുകളുടെയും ഒരു ലോകത്തേക്ക് എങ്ങനെ ഒരു ഗോത്രവർഗത്തിൻ്റെ അല്ലെങ്കിൽ പഴയ കാലത്തിൻ്റെ ഒരു നിലപാടുകൾ നമുക്ക് ആയുധം വെച്ച് എത്ര കാലം സംരക്ഷിക്കാൻ പറ്റും? ഫ്രാൻസിൽ നടക്കുന്നതൊന്നും മതപരമായ വിഷയങ്ങളല്ല. മറിച്ചൊരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് ഫെഡറൽ റിപ്പബ്ലിക്കിൻ്റെ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ആ രാജ്യം നേടിയെടുത്ത ഒരു ഭരണഘടന ഉറപ്പുവരുത്തുന്ന ദേശീയതയുടെ ഭാഗമായിട്ടാണ് അഭിപ്രായ സ്വാതന്ത്ര്യം വരണത്. കാരണം ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യൻ രാജ്യമാണെന്ന് പറയേണ്ട ഒരു കാലം കഴിഞ്ഞു, എത്രയോ വർഷം മുമ്പ് കഴിഞ്ഞു പോയത്. അത് ക്രിസ്ത്യൻ രാജ്യമല്ല. അതിതുപോലെയുള്ള തുറന്ന രീതിയിൽ അഭിപ്രായം പറയുന്ന ഒരു ജനാധിപത്യ മനുഷ്യാധിപത്യത്തിൻ്റെ മനുഷ്യദൈക്ഷണിക മേൽക്കോയ്മകളുടെ ഒരു രാജ്യമാണത്. അതുകൊണ്ടാണ് ക്രിസ്തുവിന് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഈ കാലങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. അത് ഇസ്ലാം സഹോദരങ്ങൾ മനസ്സിലാക്കണം. ക്രിസ്തുവിന് ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചിത്രങ്ങൾ, പടങ്ങൾ, അതുപോലെ തന്നെയുള്ള നോവലുകൾ, ഏറ്റവും കൂടുതൽ ദൈവനിന്ദാപരമായിട്ടുള്ള സാഹിത്യ, അതുപോലെ തന്നെ ഫിലിം, അതുപോലെ തന്നെ ഈ പറഞ്ഞൊരു കാർട്ടൂണെല്ലാം ഇറങ്ങിയിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. എന്നിട്ട് ക്രിസ്തുവിൻ്റെ അനുയായികളാരും വെട്ടാനോ കുത്താനോ കൊല്ലാനോ അഭിപ്രായങ്ങൾ മാത്രം രേഖപ്പെടുത്തി. എന്തുകൊണ്ടാണ്? മനുഷ്യരാശി ഇനി മുന്നോട്ട് കടന്നു പോകണമെങ്കിൽ വെറുപ്പിൻ്റെ ഒരു
തത്വശാസ്ത്രത്തിലൂടെ നമുക്കത് ജീവിക്കാൻ പറ്റത്തില്ല. വെറുപ്പിൻ്റെ ഒരു അതായത് ഏതെങ്കിലും വിഷയത്തിൽ, അതുകൊണ്ട് വത്തിക്കാൻ സുനോദോസ് പറയണത് എതിർപക്ഷം നിൽക്കുന്നവരാണെങ്കിൽ പോലും യോജിക്കാവുന്ന എല്ലാ മേഖലകളിലും യോജിച്ചു പോകാൻ പറയുന്നത് ബൈബിളിൻ്റെ ഒരു സ്പിരിറ്റാണത്. യോജിക്കാവുന്ന മേഖലകളുണ്ടാണല്ലോ, എന്തുമാത്രം ഉണ്ടാവും. ആ മേഖലകളിലൊക്കെ ഇപ്പം വിയോജിപ്പിൻ്റെ മേഖലകൾ ഒഴിവാക്കി യോജിക്കാവുന്ന മേഖല യോജിച്ച് പോകണമെന്ന് പറയണത് ഈ ഭൂമിയിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. കുറച്ച് പേർക്ക് മാത്രം ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന് മാത്രം നിലനിന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമാകണത് എങ്ങനെയാണ്? ഇതിൻ്റെ മേൽഘടകത്തിലുള്ളവർ ഒത്തിരിയേറെ സംഘടിതമായ സംഘടനാ സംവിധാനങ്ങളും ശക്തിയുമുള്ള ഒരു വിശ്വാസ സമൂഹമാണത്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഉത്തരവാദിത്തമുള്ളവർ പറഞ്ഞു കൊടുക്കണം. കാര്യം ഈ നിലപാടുമായിട്ട് നമ്മൾക്ക് അധികകാലം പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ വാള് കൊണ്ട് വല്ല പാവപ്പെട്ടവരെയും വെട്ടാവുന്നല്ലാതെ വേറെ ഒരു പണിയും ഈ കാലത്ത് നടക്കത്തില്ല. കാരണം എല്ലാവരുടെ കയ്യിലുമൊക്കെ ആയുധമാണ്. ഇതുപോലെ വല്ല പിശാചുകളും കയറി അതിമേട്ടത് കുത്തിയാൽ മതി, പിന്നെ തുടങ്ങി പരിപാടി. ഒറ്റ മിനിറ്റൊരു ഒരു കരിമരുന്ന് പ്രയോഗത്തിനെ ഭൂമിയുള്ളൂ. അത്രയും ഭീഷണമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു വെടിക്കെട്ടിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. ഈ വെടിക്കെട്ടിൻ്റെ മുകളിൽ താമസിക്കുന്നവർ ഇപ്പോൾ ഒരു വള്ളം നിറച്ചൊരാൾ പോവുകയാണെന്ന് വിചാരിച്ചോ. ഞാൻ പല പ്രാവശ്യം കടത്തുവള്ളത്തെ വിശ്വാസപ്രമാണം ചെയ്ത് രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ്. കാര്യം കടത്തുവള്ളം എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ കടത്തുവള്ളം ഇല്ലാതെ പറ്റത്തില്ല. കടത്തുവള്ളം എന്ന് പറയുമ്പോൾ അതിന്മേൽ കയറുമ്പോൾ അത്രയും നേരം കാത്തു നിന്നവരും പിന്നെ വള്ളം കരയിൽ നിന്ന് വിടുന്നതനുസരിച്ച് അകലെ നിന്ന് ഓടിക്കൊണ്ട് വരുന്നവരും എല്ലാം ചാടിപ്പിടിച്ച് കയറി വള്ളവും വെള്ളവും ഏതാണ്ട് വെല്ലിക്കൊപ്പം നിൽക്കും. എൻ്റെ അമ്മയെ ശ്വാസം അടക്കി പിടിച്ചാണ് ഒരു കണക്ക്. ഇത് മുങ്ങിയ എല്ലാം ചാകും. അപ്പുറത്ത് എത്തണത് അപ്പുറം എത്തുമ്പോൾ മാത്രമേ ശ്വാസം വീഴത്തുള്ളൂ. എന്നിട്ട് ആൾക്കാർ എത്താൻ പോണെന്ന് കാണുമ്പോൾ വള്ളത്തിൽ നിന്ന് ചാടും. അങ്ങനെ വള്ളം മുങ്ങിപ്പോയിട്ടുണ്ട്. ഏതാണ്ട് ഇതുപോലുള്ള അവസ്ഥയിലാണ് നമ്മൾ പോണത്. ലോകം മുഴുവൻ മനുഷ്യരാശി മൊത്തം പോണത്. ആരെങ്കിലും ഒരു ഭ്രാന്തം വിചാരിച്ചാൽ പിന്നെ കരിമരുന്ന് തുടങ്ങണ പരിപാടിയാണ്. അത്രയും ബ്രിമ്മിൽ പോകുമ്പോൾ വളരെ വൈകാരിക പക്വത പാലിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഫ്രത്തേലി തുയി പോലെയുള്ള വലിയ ചാക്രിക ലേഖനങ്ങൾ സഭ തന്നെ ഇറക്കി വിട്ടിട്ട് ഈ കാലഘട്ടത്തിനൊരു വെളിച്ചം കൊടുക്കുന്നതിൻ്റെ കാരണം. അത് അങ്ങനെയുള്ള കാലത്തിൽ ഞാൻ പറഞ്ഞു തരണത് മേൽഘടകത്തിലുള്ള ലീഡേഴ്സ് അവർ അണികളോട് പറയണം. കാര്യം ഇങ്ങനെ ഒന്ന് പോയാൽ അധികകാലം ആർക്കും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം വാളെടുത്ത് വെട്ടിക്കൊല്ലണ ഒരു കാലം വല്ല പാവപ്പെട്ടവനെയും വെട്ടിക്കൊല്ല എന്നൊക്കെ അല്ലാതെ വേറെ ഒന്നും നടക്കത്തില്ല. കാര്യം ആ ഒരു കാലവും അങ്ങനെയുള്ള ആയുധങ്ങൾ, കിരാതമായ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലം മനുഷ്യരാശി 500 കൊല്ലം മുമ്പ് തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാണ്, അല്ലാതെ വിലപ്പോകാത്തത് കൊണ്ടാണ്. അപ്പോഴെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാലം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ട്രെൻഡുകൾ തന്നെ എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ ട്രെൻഡ് വരാൻ കാര്യം? കുറേ മനുഷ്യർ ഈ സംഭവം വിട്ടു പോണതാണ്. എന്നിട്ട് അവർ സംഘടിത രൂപം സ്വീകരിക്കുന്നത്. അതിപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് പോയാലും ഇസ്ലാമിൽ നിന്ന് പോയാലും ഹിന്ദുസത്തിൽ നിന്ന് ആൾക്കാർ വിട്ടുപോയാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൈകാര്യം ചെയ്യുന്നവരെ അങ്ങനെയുള്ള ഷെഡിങ് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് കൂടുതൽ അർത്ഥവത്തായിട്ട് ചിന്തിക്കുകയും തങ്ങളുടെ വിശ്വാസികളെ അർത്ഥവത്തായ ഒരു നിലവാരത്തിൽ സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്ന രീതിയിൽ മതത്തെ പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾക്ക് അനുപക്ഷീയമായിട്ട് പുനഃക്രമീകരിച്ച് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഫ്രത്തേലി തുയെ പോലെയുള്ള വലിയ മാനവികത ഉൾക്കൊള്ളുന്ന ലേഖനങ്ങളുമായും അതുപോലെ തന്നെ ജനങ്ങളെ വഴി നടത്തുന്ന പ്രബോധനങ്ങളുമായി സഭ ഈ സാഹസ്യകാലത്ത് പോലും സുവിശേഷത്തിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. അതൊരു വെളിച്ചമാണെന്ന് ഈജിപ്റ്റ് ഇമാം എന്താണ് അത് കണ്ടപ്പോൾ പറഞ്ഞത്?
ഈ പുസ്തകവും പരിശുദ്ധ പിതാവിനെയും ഒരുമിച്ച് ഇത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ വല്ലാത്ത ഒരു സ്നേഹം തോന്നണമെന്ന് പറയും. ഈ വല്ലാത്ത ഒരു സ്നേഹം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉജ്ജ്വലിപ്പിക്കാനാണ്, സ്നേഹം മറ്റു ഇടങ്ങളിൽ പോലും ഊറിയുള്ളത് വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള സുവിശേഷത്തിൻ്റെ ഒരു കാലം നമ്മൾ പിന്നിടുന്നത്. വളരെ ഭീഷണമായൊരു കാര്യം, ഞാൻ ആരെയും കുറ്റം പറഞ്ഞ് സംസാരിക്കുകയല്ല, പക്ഷെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഇപ്പോഴത്തെ കാലാവസ്ഥയെ വിലയിരുത്താൻ പ്രബുദ്ധ ജനതയ്ക്ക് ആധ്യാത്മിക സാക്ഷരത ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. ഇത് ഒറ്റപ്പെട്ട വിഷയമല്ല, മനുഷ്യരാശി. കാര്യം എല്ലായിടത്തുമുള്ള ആൾക്കാർക്ക് പേടി കൊടുത്തുകൊണ്ട് എങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് അതിജീവിക്കാൻ കഴിയും? അത് വലിയൊരു ക്വസ്റ്റ്യനാണ്. ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എല്ലായിടത്തുമുള്ള ജനങ്ങൾക്ക്, എല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് ആയുസ്സിനെ പേടി കൊടുത്തുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിന് പുലരാൻ കഴിയുമോ? അഥവാ എത്ര കാലം പുലരാൻ കഴിയും? അഥവാ അങ്ങനെ കഴിയുമെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? അങ്ങനെ പല പല ചോദ്യങ്ങൾ. സ്വത്വപ്രതിസന്ധി എന്ന് പറയുന്നത് ശരിക്കും ദൈക്ഷണിക മേഖലകളിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. സാധാരണ മനുഷ്യനോട്, വികാരജീവികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വത്വപ്രതിസന്ധി ഉണ്ട്. ഏതെങ്കിലും പ്രസ്ഥാനത്തിലെ അക്രമങ്ങൾ പെരുകുമ്പോൾ അക്രമങ്ങൾ കൊണ്ട് മൂടിവെക്കാൻ പറ്റുന്ന എന്തോ ഒന്ന് അടിയിൽ നടക്കുന്നുവെന്നാണ് ചരിത്രം നമ്മൾ പരിശോധിക്കുന്നതൊക്കെ മനസ്സിലായിട്ടുള്ളത്. അത് ക്രിസ്ത്യാനിറ്റിയിലായാലും വേറെ എവിടെയായാലും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ മാനവികതയുടെ നന്മയ്ക്കും മനുഷ്യൻ്റെ മഹത്വത്തിനും മങ്ങലേൽപ്പിക്കുന്ന നിലപാടുകൾ, സംസാരങ്ങൾ, ഷെയറിങ്ങൾ, എല്ലാത്തിൽ നിന്നും വിദ്യാഭ്യാസമുള്ള ജനത പിന്തിരിയണമെന്ന് കൂടി ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഹൃദയംഗമായിട്ട് അനുസ്മരിപ്പിക്കുകയാണ്. നമ്മൾ സന്ധ്യാധ്യാനത്തിൻ്റെ വിഷയം അതിജീവനം അമ്മയോടൊപ്പമാണ്. ഇപ്പം ഈ ഒരു കാലത്ത് എൻ്റെ ഇന്നലെ വരെ ഞാൻ പറഞ്ഞത് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വരെ എങ്ങനെ എത്തി എന്നാണ് പറഞ്ഞത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന വരെ എങ്ങനെ എത്തി? അതിനുശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോട് കൂടിയാണ് ഇതിൻ്റെ ഫേസ് ഒന്ന് ലിഫ്റ്റാകണത്. പെട്ടെന്ന് വേറെ ലെവലിലേക്ക് കൃപാസനം സഞ്ചരിച്ച് എത്തണത് കാണാം. അപ്പോൾ ഞാനോടത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായിരിക്കും ഇനി വരാൻ പോകുന്ന എല്ലാവിധ ദൈവിക ഇടപെടലിൻ്റെയും അച്ചാണിയായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത്. അതൊരു പ്രാർത്ഥനാ രീതിയായിട്ട് മാറുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞ് ഞങ്ങളൊരു 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വേളാങ്കണ്ണിയിൽ പരിശുദ്ധ അമ്മയെടുത്ത് സന്ദർശിക്കാൻ പോയി. പ്രാർത്ഥനാ സന്ദർശനത്തിന് പോയപ്പോൾ അങ്ങോട്ട് ഇടയ്ക്ക് പറയാറുള്ള പോലെ ഇതുപോലെ പ്രാർത്ഥനാ സന്ദർശനം ചെയ്യണത് അങ്ങോട്ട് പോകുമ്പോൾ 72 ജപമാല ചെല്ലും, ഇങ്ങോട്ട് വരുമ്പോഴും 72 ജപമാല ചെല്ലും. അല്ലാത്ത പക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരുമിച്ച് 90 ജപമാല ചെല്ലും. അപ്പോൾ ജപമാല യാത്രയുടെ നടത്തണത് വണ്ടിയിരുന്നാലും കാറിലിരുന്നാലും ഉറങ്ങണവരെ ലോഡ്ജിലാണെങ്കിലും ഒക്കെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഈ ജപമാല പ്രാർത്ഥന റാലി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇത് ഒരു മനസ്സിൻ്റെ താളമായി മാറണം. ഇപ്പം കുടിച്ചില്ലെങ്കിൽ ആൾക്കാർക്ക് വിറക്കുമെന്ന് പറഞ്ഞ പോലെ ജപമാല കയ്യിലില്ലെങ്കിൽ നമുക്ക് കൈ അറിയാതെ ചലിക്കണ ഒരു അവസ്ഥയിലേക്ക് വരണം. ജപമാലയ്ക്ക് വേണ്ടി കൈ അനങ്ങണ പോലെ നമുക്ക് തോന്നണം. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ ആയിരിക്കണത് ദൈവത്തിൻ്റെ കൂടെയാണ്. അപ്പം അത് ഒരു വികാരമാണ് ശരിക്കും. ഇപ്പം നമ്മൾ എവിടെയായാലും കുളിച്ചോണ്ട് നിന്നാലും ശരി പെട്ടെന്ന് നമ്മൾ ദൈവത്തെ ഓർക്കും. അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ ഓർത്തുകൊണ്ട് വെറുതെ സാധാരണ മനുഷ്യരെ ഇരിക്കരുത്. നിങ്ങൾ ഹൃദയത്തിനേക്കാൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം.
ഹൃദയം ഓർത്താലും ഇടിച്ചുകൊണ്ടേയിരിക്കും അത്. കാര്യം അല്ലെങ്കിൽ നമ്മുടെ ബോഡി തളർന്നു പോണതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ദൈവത്തെ ഓർത്താൽ അപ്പം തന്നെ ആ സമയത്ത് കുളിക്കുകയാണെങ്കിൽ ഷവർ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ കപ്പോടെ ഇട്ടിട്ട് കൈകൂപ്പണം, കപ്പ് താഴെയിട്ടിട്ട് കൈകൂപ്പണം. കർത്താവേ ഒരു നിമിഷം എന്ന് ഒന്നും പറയണമെന്നില്ല, കർത്താവേ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെയൊക്കെ പരിശീലിച്ച് കഴിയുമ്പോൾ ദൈവത്തിനും നിനക്കും തമ്മിലൊരു അലയൻസ് ഉണ്ടാവും. അത് വല്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ പറയും നീ രക്ഷപ്പെടുമെന്ന് പറയും. അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കണമെങ്കിൽ ഇത് ഏറ്റവും നമുക്ക് തരാൻ കഴിയുന്ന ഒരു അപ്പാരറ്റസ് പോലെയാണിത് വർക്ക് ചെയ്യണത്. അത് ജപമാല വർക്ക് ചെയ്യണത്. അത് നല്ല രസകരമായ പ്രെയറാണ്, അർത്ഥവത്തായ പ്രാർത്ഥനയാണ്, ചെറിയ പ്രാർത്ഥനയാണ്, എന്നാൽ വലിയ കാര്യങ്ങൾ അടക്കം ചെയ്യുന്ന പ്രാർത്ഥനയാണ്, ഭയങ്കര ധ്യാനമുള്ള പ്രാർത്ഥനയാണ്. കുറേ ഗുണങ്ങളാണ് ജപമാലയ്ക്കുള്ളത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത് ഞാൻ മരിച്ചെങ്ങാനും കർത്താവ് പറയണേടാ നീ ഭൂമി പോയി ഒരു പ്രാവശ്യം കൂടി അച്ഛനാകണം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം തിരക്കണത് ജപമാല എനിക്ക് തിരക്കണം. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സംഭവമാണിത്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഒരു 1500 മുമ്പ് ജനിക്കാതിരുന്നതാണ് നമ്മുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. 1500 മുമ്പ് ജനിക്കാതിരുന്നതാണ്. കാര്യം 1500-600 കൊല്ലത്തിന് മുമ്പൊക്കെ 1400 മുമ്പൊക്കെ ജപമാല ഇല്ല. സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാലമാണതൊക്കെ. ജപമാല പിന്നീട് ഓരോ ആവശ്യം വരുമ്പോൾ ആണല്ലോ നമ്മൾ ഓരോരോ സംഭവങ്ങൾ ചെയ്യേണ്ടി വരണത്. ഇപ്പം നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയണത് പോലെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കേണ്ടി വരണതോ ദൈവം തരണതോ ഒരു പ്രത്യേക ആവശ്യം വരുമ്പോഴാണ്. ഇപ്പോൾ എപ്പോഴും പുഴ കടക്കേണ്ട ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുണ്ട് എടുത്ത് തലയെ കെട്ടി നീന്താൻ പറ്റുമോ? വള്ളം വേണം. പിന്നെ പുഴ കടക്കണമെങ്കിൽ വെള്ളം ഒഴിവാക്കാനും പറ്റാതെ വരും. ഇനി അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആകുമ്പോൾ പാലം വേണം. ഏതായാലും എന്തെങ്കിലും ഇല്ലാതെ പുഴ കടക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം അതുപോലെ തന്നെയാണ് ജപമാലയുടെ ഒരു വിഷയം വന്നിരിക്കുന്നത്. ജീവിത പ്രശ്നങ്ങളെ കടക്കണമെങ്കിൽ നമുക്ക് ജപമാല വേണം. കാര്യം അതുകൊണ്ടുണ്ടാകുന്ന ഗുണം ജപമാലയുടെ ആദ്യ ഭാഗങ്ങളിലുണ്ടായിരുന്ന വിശ്വാസം, പിന്നെ ഉണ്ടായ പ്രത്യാശ, ദൈവസ്നേഹം, ഇതെല്ലാം വർദ്ധിപ്പിക്കാൻ ജപമാല സഹായിക്കും. കാര്യം ഇതിനേക്കാളും നല്ലൊരു പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പോലും എപ്പോഴും ബൈബിൾ വായിക്കും. ബൈബിൾ വായിച്ചത് കൊണ്ടും ആ ഒരു ഭാഗമെന്ന് പറയണത് നമുക്കറിയാമല്ലോ ബൈബിളിൻ്റെ അവസ്ഥ. ഏതാണ്ട് 4000 കൊല്ലത്തോളം എടുത്ത് എഴുതിയതാണ്. 3,00,000-ഓളം അധ്യായങ്ങൾ ഉള്ള വാക്കുകളും ഉള്ള ദൈവവചനത്തിൽ ഏതെങ്കിലും കുറച്ച് ഭാഗം വായിക്കുമ്പോൾ ആ 3000-4000 കൊല്ലം എടുത്ത് ഫോർമേറ്റ് ചെയ്ത സാൽവേഷൻ ഹിസ്റ്ററിയുടെ ഏതെങ്കിലും ഒരു 5 സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മുടേക്ക് കിട്ടണത്. അതാണ് ബൈബിളിൻ്റെ ഒരു പ്രത്യേകത. കാരണം നമ്മൾ വായിക്കുമ്പോൾ 3000 കൊല്ലം എടുത്ത് ദൈവം എഴുതി തീർത്ത സംഭവം നമ്മളെങ്ങനെയാണ് ഒറ്റയടിക്ക് വായിക്കണത്? അപ്പം നമ്മൾ വായിക്കുന്ന ഭാഗത്തുനിന്ന് ദൈവവചനം കിട്ടും, ഒരു സന്ദേശം കിട്ടും. പക്ഷേ രക്ഷാകര സംഭവം മൊത്തം കിട്ടത്തില്ല. അവിടെയാണ് ജപമാല വിജയിക്കണത്. രക്ഷാകര സംഭവം മുഴുവനും കിട്ടും. 20 മിനിറ്റിനുള്ളിൽ നമ്മൾ രക്ഷാകര 20 പൂർണ്ണ ജപമാല ചെല്ലണമെങ്കിൽ നമുക്കൊരു 40 മിനിറ്റ് വേണം. സമ്പൂർണ്ണ ജപമാല ചെല്ലണമെങ്കിൽ നമുക്കൊരു 40, ചിലർ 60 മിനിറ്റ് എടുക്കും. അത്രയും മിനിറ്റ് എടുത്താൽ നമുക്ക് സമ്പൂർണ്ണമായിട്ടുള്ള രക്ഷാകര ദിവരഹസ്യം കിട്ടുമെന്നുള്ളതാണ് സത്യം. ഇതെന്താണ് ഞാനിങ്ങനെ പറയണമെന്നറിയാവോ? നിങ്ങൾ ജപമാല ചെല്ലുമ്പോൾ ഈ ബോധ്യത്തോടെ അല്ല ചെല്ലണത്. ഒരു പ്രാർത്ഥന ചെല്ലണ പോലെ, അല്ലെങ്കിൽ സ്വർഗസ്ഥനാ ചെല്ലണ, അല്ലെങ്കിൽ നന്മറഞ്ഞും ചെല്ലണ ലാഘവത്തിലാണ് ചൊല്ലി അവസാനിപ്പിക്കുന്നത്. അങ്ങനെയല്ല. ഞങ്ങൾ ജപമാല ചെല്ലുമ്പോൾ ഈ രക്ഷാകര സംഭവത്തിലാണ് തൊട്ടിരിക്കണമെന്ന് പറയും.
ഞാനാണെങ്കിൽ രാത്രി 12 മണിക്കൂർ ജപമാല ചെല്ലും, പിന്നെ 3 മണിക്കൂർ ജപമാല ചെല്ലും. 5 മണിക്ക് മുമ്പ് 4 മണിക്ക് എഴുന്നേക്കാൻ പറ്റുകയാണെങ്കിൽ എഴുന്നേറ്റിട്ട് ലാസ്റ്റ് ജപമാല ചെല്ലും. എന്തിൻ്റെ? കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ. പിന്നെ ഞാൻ പല്ല് തേച്ച് ഫ്രഷായിട്ട് ഹോളിൽ വന്ന് ചെല്ലണ ജപമാല 5:30ക്കും 6 മണിക്കും ഇടയ്ക്കാണ് ചെല്ലണത്. അത് 6:30ക്കുള്ളിൽ ഞാൻ ഹോളിൽ വന്ന് കൃപാസന ഹോളിൽ വന്ന് ജപമാല ചെല്ലും. അതേത് ജപമാല ചെല്ലണത്? ആദ്യത്തെ ജപമാല, സന്തോഷത്തിന് ദിവസങ്ങൾ ചെല്ലും. അത് ചൊവ്വാഴ്ച ആയാലും വെള്ളിയാഴ്ച ആയാലും അങ്ങനെ നോക്കത്തില്ല. ആദ്യം ചെല്ലുമ്പോൾ സന്തോഷം ദിവസങ്ങൾ ചെല്ലും. പിന്നെ കാപ്പ് കുടിച്ചിട്ട് വന്നൊരു ജപമാല ചെല്ലും. അതെന്താ? പ്രകാശം ദിവസങ്ങളാണ്. പിന്നെ ഉച്ചകൂട് കഴിഞ്ഞിട്ട് വന്നൊരു ജപമാല ചെല്ലും. അതെന്താണ്? പാഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ജപമാല ചെല്ലി അടുക്കും ചിട്ടയായിട്ടാണ് ചെല്ലിപ്പോണത്. എന്ന് വെച്ചാൽ അങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾക്ക് രക്ഷാകര സംഭവങ്ങൾ മുഴുവനും അനുസ്മരിക്കാനും ധ്യാനിക്കാനും ഒക്കെ പറ്റും. അപ്പം ഞങ്ങൾ അങ്ങനെ നടന്ന് ഏതാണ്ട് 10-50 ജപമാല, ഒരു 70 ജപമാല ചൊല്ലി നാട്ടിലോട്ട് പോരുകയാണ്. അപ്പോൾ നാട്ടിലേക്ക് പോരുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളാങ്കണ്ണി നാട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് വിജയകുമാർ പറഞ്ഞു, അച്ഛാ, വാട്ട് ഈസ് എഗ്രിമെൻറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എഗ്രിമെൻറ്റാ എന്താ? അല്ല, മാതാവ് എഗ്രിമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നാട്ടിലോട്ട് വരാൻ വേണ്ടി ഈ നാഗപട്ടണത്തിൽ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയാണ്. പോകാനുള്ള സമയമായി. അവിടെ കാറിന് ഓട്ടോറിക്ഷയ്ക്ക് ചെന്നിട്ട് വേണം ഞങ്ങൾക്ക്. അന്ന് അവിടം വരെ ചെല്ലത്തില്ലായിരുന്നു. അപ്പോൾ ഉടനെ ഞങ്ങൾ തിരുവാവൂർ എവിടെയോ സ്ഥലത്താണ് ട്രെയിൻ കിടക്കുന്നത്, അവിടെ ചെല്ലണം. അപ്പോൾ അതിന് ചെല്ലാൻ വേണ്ടി ഒരു 1.5 മണിക്കൂറുണ്ട്. അപ്പോഴോട്ട് ഞാൻ പിന്നെ എഗ്രിമെൻറ്റോ? അപ്പോൾ ഞാൻ സാറിനോട് എടുത്ത് വായിക്കാൻ പറഞ്ഞു, സാറേ നിങ്ങൾ ബിസിനസ്മാൻ ആയത് കാരണം എഗ്രിമെൻ്റ് അങ്ങനെ അതൊരു ബിസിനസ് ടൈമായിട്ട് തോന്നിയതായിരിക്കും. പക്ഷെ ഒരു കാര്യം ചെയ്യും. അപ്പോൾ എനിക്ക് മനസ്സിലായി സാറിന് ആ മെസ്സേജ് ജെനുവിനാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നാട്ടിലോട്ട് പോകാൻ വേണ്ടി കെട്ടുമുറുക്കി ഞങ്ങളെ അപ്പത്തിന് അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ പേപ്പർ എടുത്തെന്ന് പറഞ്ഞു. ഒരു പേപ്പർ സാറുടെ, ഒരു പേപ്പർ ഞാൻ മേടിച്ചു, ഒരു പേപ്പർ സാറിനെ കൊടുത്തു. പറഞ്ഞു, സാറേ ഞാൻ കിഴക്ക് അൾത്താരയിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ മുകളിൽ മറ്റേണ് ഈ മലയാളം പള്ളിയിലാണ് നിൽക്കണത്. അപ്പോൾ കിഴക്ക് അൾത്താരയിൽ പോവുകയാണ്. ഞാൻ അവിടെ നിന്ന് ജപമാല ചൊല്ലിയിട്ട് തിരിച്ചു വരുമ്പോൾ സാറിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സാറ് എഴുതി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നോടും മാതാവ് സംസാരിക്കുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞത് മുഴുവൻ ബ്ലെസ്സിങ്സിനെ കുറിച്ചാണ്, അനുഗ്രഹങ്ങൾ. ഞാൻ കുറേ അനുഗ്രഹങ്ങളുടെ മേഖല എഴുതി വെച്ച് ആ പേപ്പറിൽ. ഒരു പ്രത്യേക മൂഡായിരുന്നത്. ഈ ദൈവ അഭിഷേകം വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മളവർക്ക് ഈ അഭിഷേകം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാണെന്നൊക്കെ ചില ആൾക്കാർക്ക് കേൾക്കുമ്പോൾ തോന്നും. ഒരു സംഭവം വെറുതെ അല്ല, എല്ലാം സീരിയസാണ്, എവരിത്തിങ് സീരിയസാണ്. അപ്പം ഞാൻ എഴുതി വെച്ച് ഞാൻ ഉടനെ എൻ്റെ ജപമാല കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ സാറ് ജപമാലയും കഴിഞ്ഞ് ഞാൻ സാറേ എന്നാ സാറ് എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ എഴുതുക പേപ്പർ എടുത്ത് നോക്കി. അപ്പോഴെന്നാ കുറേ പാപങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നോട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അതുമായിട്ട് ബന്ധമില്ല, അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ഇത് ഈ പാപവും അനുഗ്രഹവും. പിന്നെ ഞങ്ങൾ കൈകോർത്തൊരു വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിഞ്ഞപ്പോഴാണ് അനുതപിച്ചാൽ അനുഗ്രഹം പ്രാപിക്കും എന്ന് മെസ്സേജ് വന്നത്. അനുതപിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇത് എഗ്രിമെൻ്റ് അല്ല, ഇത് ഒരു ഉടമ്പടിയുടെ സ്റ്റൈലാണ് ഈ വരണത്, 2 പാർട്ട് ഇതിനുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ നാട്ടിൽ വന്ന് 3 ദിവസത്തിനുള്ളിൽ എഴുതിയത് ഒരു ഉടമ്പടി പുസ്തകമാണ്, 18 പേജുള്ള. അന്ന് വരെ കേൾക്കാത്ത വിഷയത്തെക്കുറിച്ച്, അന്ന് വരെ അറിയാത്ത വിഷയത്തെക്കുറിച്ച്, ലിങ്ക് ചെയ്യാത്ത വിഷയത്തെക്കുറിച്ച് വചനമെടുത്ത് ആദ്യത്തെ പുസ്തകം എഴുതി. 90 പേജ് ഉണ്ടായിരുന്നു ആ പുസ്തകത്തിന്. ആദ്യം ഇറക്കിയ, ഇപ്പോഴത്തെ പുസ്തകത്തിന് 200-250 പേജുണ്ട്. ആദ്യം ഇറക്കിയ പുസ്തകം 90 പേജ് ഉണ്ടായിരുന്നതിന്. ആ പുസ്തകമാണ് ഉടമ്പടി എന്നും പറഞ്ഞ്. എൻ്റെ ദൈവമേ, ഉടമ്പടി തുടങ്ങിയതിന് ശേഷം പിന്നെ ഭയങ്കരമായ രീതിയിൽ ജനങ്ങൾ സാക്ഷ്യം പറയാൻ തുടങ്ങി. എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങളൊക്കെ
സാക്ഷ്യം പറയാൻ തുടങ്ങി. അതോടുകൂടിയാണ് ഉടമ്പടിയെക്കുറിച്ച് അന്വേഷിക്കാനും പഠിക്കാനും ഞങ്ങൾക്കും കൂടുതൽ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രേരണ വന്നത്. ഇന്ന് നമുക്ക് കാണുന്ന പുസ്തകം ഇപ്പോൾ എന്താണ്? സാക്ഷ്യം ഗൂഗിൾ മെയിലിൽ സാക്ഷ്യം പറയണത് എന്താണ്? ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ല, അല്ലേ, ഞാൻ കൃപാസനം കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടി വന്നപ്പോഴാണ് ഉടമ്പടി വലിയ ആശ്വാസമായി, അത് ചെയ്തപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെയാണ് അവർ പറയണത്. അപ്പോഴെന്താ ഇപ്പോൾ വന്ന് കൃപാസനം കണ്ടിട്ടില്ല, ആലപ്പുഴ വന്നിട്ടില്ല, പക്ഷേ ഓൺലൈൻ ഉടമ്പടി ചെയ്തിട്ടാണ് ഈ ആൾക്കാർ ഈ സാക്ഷ്യം പറയണത്. അപ്പോൾ ഇതിൻ്റെ ഫോർമുലയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഓൺലൈൻ ഉടമ്പടി എന്ന് പറയണത് ഒരു സമ്പൂർണ്ണ ബിബ്ലിക്കൽ ഫോർമുലയാണ്. ആ ഫോർമുല വർക്കൗട്ട് ചെയ്താൽ അത് ഇങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഈ ഫോർമുല ഉള്ളത്. അതിൻ്റെ ഓരോ ഫോർമുലയുടെ മർമ്മങ്ങളെല്ലാം പുസ്തകത്തിൽ ഇപ്പോൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അനുസരിച്ചുള്ള അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പ്രാർത്ഥനയത് കാരണം ആ വാഗ്ദാനങ്ങളുടെ മറുഭാഗം പാലിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഈ അനുഗ്രഹം നമുക്ക് തരാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? വാഗ്ദാനത്തിലാണ് ബൈബിൾ പോലും നിലനിൽക്കുന്നത്. പ്രാർത്ഥന പോലും അങ്ങനെയാണ്. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അതൊരു ആദ്യത്തെ ഉടമ്പടി മരിയം പ്രയറാണത്. ഉടമ്പടി വിഹിതപ്രകാരമുള്ള ആദ്യത്തെ മരിയം പ്രയറാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ. യോഗ്യത മീൻസ് ഞങ്ങൾ മെറിറ്റാകാൻ. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഉടമ്പടിയുടെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ഫണ്ടമെൻ്റൽ ഫോർമുലയുണ്ട്. അതിൻ്റെ ഛായ പ്രാർത്ഥന പോലെയാണ് ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളല്ലേ നമുക്ക് വേണ്ടി നമുക്കുള്ളതല്ലേ. അപ്പം അതിന് നമ്മൾ യോഗ്യരാകാൻ എന്ത് ചെയ്യണം? സർവേശ്വരൻ്റെ പരിശുദ്ധ ദേവമാതാവേ. അപ്പോൾ ഡബിൾ അടിച്ചിരിക്കണം അവിടെ. കാര്യം സർവേശ്വരൻ്റെ മാതാവ് എന്ന് പറയുമ്പോൾ തന്നെ തെയത്തോക്കസാണ്. പരിശുദ്ധ ദേവമാതാവ് എന്ന് പറയുമ്പോഴും തെയത്തോക്കസാണ്. എന്ന് വെച്ചാൽ സഭ ഈ കാര്യത്തിന് വേണ്ടിയാണ് സഭ 2000 വർഷങ്ങളായിട്ട് ഈ വെളിപാടിന് വേണ്ടിയാണ് സഭ പിളർന്ന് പുണങ്ങി പോയിക്കോട്ടെ, എന്നാലും സത്യത്തിൻ്റെ രഹസ്യം സൂക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട് സഭ നിലനിന്നത് അമ്മ മാതാവ് ദൈവത്തിൻ്റെ മാതാവാണെന്നുള്ള ഏറ്റവും വലിയ കാഴ്ചപ്പാടാണ്. അമ്മ മാതാവ് ദൈവത്തിൻ്റെ മാതാവാണെന്ന് ഇവിടെ കത്തോലിക്ക സഭ മാത്രമാണ്. കത്തോലിക്ക സഭ പറയും, പിന്നെയും പറയും അവൾ കന്യകയാണെന്നും പറയും, പിന്നെയും പറയും അവൾ അമൂല്യോത്ഭവമാണെന്ന് പറയും. ഇതൊക്കെ കത്തോലിക്ക സഭ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരണത്? എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെക്കുറിച്ചുള്ള മരിയൻ സീക്രട്ട് പിന്നെ ദൈവം ആരോട് പറയണം? അമ്മയെ ദൈവമാതാവായിട്ട് അംഗീകരിക്കാത്ത ആരോട് പറയണം? അമ്മയെ കപ്പലിൻ്റെ തൊണ്ടായിട്ട് കാണുന്ന ആൾക്കോട് പറയണം? അവർക്കാർക്കും മരിയൻ സീക്രട്ട് കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. ലോകത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ മനസ്സ് മറിയത്തിലൂടെയാണ് വെളിപ്പെടുത്തണമെങ്കിൽ ആ മറിയവുമായിട്ട് ആത്മബന്ധമുള്ള ആത്മീയ അനുഭവത്തിൽ നിൽക്കുന്നവർക്കാണ് മരിയൻ ദിവ്യ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നത്. ഞങ്ങൾ എന്തെങ്കിലും മരിയ രഹസ്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് തന്നെയാണ് പണി, വേറെ ഒരു പണിയുമില്ല. എന്ന് വെച്ചാൽ അമ്മയിലൂടെ ദൈവം ചെയ്യുന്ന പദ്ധതികൾ, ചെയ്യാൻ പോകുന്ന പദ്ധതികൾ ലോകത്തിനെ അറിയിക്കുക. ചില ആൾക്കാരൊക്കെ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ യഥാർത്ഥ മരിയം ഭക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോലം കൊട്ടിക്കൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതൊക്കെ ഇത്ര ഉമ്മാക്കി കാണിച്ചൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ എന്താണ് മരിയൻ ഉടമ്പടി എന്ന് അവർ പഠിക്കണം. എന്താണ് അമ്മയിലൂടെ കൃപാസനം ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ നോക്കുമ്പോൾ ജനങ്ങൾ സൗഖ്യപ്പെടുന്നു, അതുപോലെ ജനങ്ങൾക്ക് അടയാളങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ എന്ത് അടയാളം ഉണ്ടാകുന്ന ഒരു തരം കർക്കവിദ്യയാണിതെന്നുള്ളത് ആരെങ്കിലും അത് അങ്ങനെ മനസ്സിൽ ധരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആധ്യാത്മിക പരാജയത്തിന് മൂടിവെക്കാൻ വേണ്ടിയുള്ള വെറുതെ ഒരു ഉമ്മാക്കി മാത്രമാണ്. ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയുമ്പോഴേ, ഇപ്പം അമ്മയെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഇപ്പം ഇന്നലെ എന്താ പറഞ്ഞത്? സിൽവർ ഗ്രേ എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദി ടൈം, ദ കളർ ഓഫ് ദി എൻഡ് ഓഫ് ദി ടൈം, കാലത്തിൻ്റെ അവസാനത്ത് വരുന്ന കളറാണ്. അവൻ മാനമേഘങ്ങൾ എഴുന്നള്ളിയിരിക്കുമെന്ന് പറയുമ്പോൾ അതൊരു സീക്രട്ടാണ്, അതൊരു മരിയൻ സീക്രട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമായതുകൊണ്ട് ഓരോരുത്തരും ഒരുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞില്ലേ? ഓരോരുത്തരും ഒരുങ്ങിയിരിക്കണം. ഞങ്ങൾ ഒരുങ്ങിയിരിക്കുക എന്ന് പറയുമ്പോഴേ
ചില ആൾക്കാർ ഒരുങ്ങുക കാലത്തിൻ്റെ അടയാളം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയെങ്കിലും സഭയെ അത് വെച്ച് കുത്താൻ പറ്റുമോ എന്നാണ് ചിന്തിക്കണത്. ഞങ്ങൾ കുത്താൻ പറ്റുമോ എന്നല്ല ചിന്തിക്കണത്, ഞങ്ങൾക്ക് അത് വെച്ച് ജനങ്ങളെ വിശുദ്ധീകരിക്കാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. കാര്യം ലോകത്തിന് യേശുക്രിസ്തു നൽകിയത് അമ്മയാണെങ്കിൽ ദൈവം ആദ്യം വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അഭിഷേകം ചെയ്ത് അമലോത്ഭവയായ അമ്മയാണെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സാണ് അമ്മ അമലോത്ഭവയായിരിക്കുക, അമ്മ കന്യകയായിരിക്കുക, അമ്മ ദൈവത്തിൻ്റെ മാതാവായിരിക്കുക. ഈ ഒരു ബോധ്യം, ഈ ഒരു ശക്തി നമ്മളിലേക്ക് ഒഴുക്കി തരണതിൻ്റെ ഏറ്റവും ശക്തമായ പ്രാർത്ഥനാരൂപമാണ് ജപമാല എന്ന് പറയുന്നത്. അതുകൊണ്ട് ജപമാല ഒരു ആചരണമായിട്ട് എടുക്കരുത്. ജപമാല ഇങ്ങനെ ഒക്ടോബർ മാസം എന്നാൽ ജപമാല മാസം എന്നാൽ ഒരു കൊന്ത എല്ലിയേക്കാം, എന്നാൽ മാതാവിനെയും പൊക്കിക്കൊണ്ട് എല്ലാ വീട്ടിലും പോയിക്കൊള്ളാം. വൈകുന്നേരം പാളവ് പഠിക്കോ, പളി പടക്കോ, കവളാസൊക്കെ പൊട്ടിച്ചേക്കാം, കുത്തിയിരുന്ന് ഭക്ഷണം കഴിച്ചേക്കാം. അങ്ങനെയുള്ള പരിപാടികളൊന്നുമല്ല. മറിച്ച് അമ്മ ആരാണ്, അമ്മ എന്തിനാണ്, അമ്മയുടെ ദൗത്യം എന്താണ്, അതിനെക്കുറിച്ച് ആഴമായിട്ട് പഠിക്കുക. ആഴമായിട്ട് പഠിച്ചുകൊണ്ട് ദൈവം പരിശുദ്ധ അമ്മയിലൂടെ ഈ ലോകത്തോട് ഈ കാലത്ത് കൈമാറാൻ ഉദ്ദേശിക്കുന്ന ഇരുട്ടിൻ്റെ കാലത്ത്, രക്തത്തിൻ്റെ കാലത്ത്, ഈ ഭീഷണമായ ഒരു കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാരെ ഭീഷണമായ സാഹചര്യങ്ങളിൽ രക്തസാക്ഷികളുടെ അമ്മയായി നിന്നുകൊണ്ട്, ദ ക്വീൻ ഓഫ് മാർട്ടേഴ്സ്, രക്തസാക്ഷികളുടെ രാജ്ഞിയായി നിന്നുകൊണ്ട് ഭീഷണമായ ഒരു കാലഘട്ടത്തിൽ അമ്മയിലൂടെ ദൈവം സഭയെ നയിച്ചെങ്കിൽ ആ ഭീഷണമായ കാലഘട്ടം തന്നെയാണ് ഇന്ന് ആവർത്തിക്കപ്പെടുന്നതെങ്കിൽ ഇന്നും ദൈവത്തിന് മനുഷ്യരാശി നയിക്കാൻ അമ്മ എന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ എന്നുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മരിയൻ ഞങ്ങൾ കാണുന്നത്. മരിയനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കണത്, മരിയനെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്, അത് നിങ്ങളുടെ വീണ്ടെടുപ്പിനും നിലനിൽപ്പിനും ലോകത്തിൻ്റെ ശ്രേയസ്സിനും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും വേണ്ടിയാണെങ്കിൽ ആ യാത്ര ഇനിയും തുടരണമെന്നും അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.